ഗോകുൽനാഥ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഗോകുൽ, നിയ ഫൈസലിന്റെയും ഉമ്മയെയും കേരളം അങ്ങനെയൊന്നും മറക്കാൻ സാധ്യതയില്ല. ഈ തെരുവുനായ ആക്രമണത്തെക്കുറിച്ച് എപ്പോൾ ചർച്ച ചെയ്യുമ്പോഴും കേരളം ഈ അമ്മയെ ഓർക്കുമായിരിക്കും. കാരണം അത്രത്തോളം കരഞ്ഞ് അന്നവർ പറഞ്ഞ വാക്കുകൾ, സർക്കാരാണ് എൻ്റെ കുട്ടിയെ കൊന്നതെന്നാണ് പറഞ്ഞത്. കൊലയ്ക്ക് കൊടുത്തതല്ലേ ഈ നാട് എൻ്റെ കുട്ടിയെന്ന് ചോദിച്ചുകൊണ്ടാണ് ആ അമ്മ അന്ന് കരഞ്ഞത്, കണ്ണീരൊഴുക്കിയത്. ഈ വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ട പിഴവുകൾ അത് അന്ന് തന്നെ കുടുംബം ആരോപിച്ചിരുന്നു. മാത്രമല്ല ആഴത്തിലാണ് നിയയ്ക്ക് കടിയേറ്റിരുന്നത്, മുറിവുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഒരു നിയമ പോരാട്ടം നടത്തേണ്ടി വരികയാണ് ഒരു കുടുംബത്തിന്. മകൾ മരിച്ച വേദനയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിന്. എന്താണ് ഇവരുടെ ആരോപണം? ഇതിൽ സർക്കാർ എന്തെങ്കിലും ഒരു ഇടപെടൽ, എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ ഗോകുൽ? റോഷ്നി, സാധാരണഗതിയിൽ വാക്സിൻ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനുണ്ടാകുന്ന പിഴവുകളെ സംബന്ധിച്ചോ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് എന്തായാലും ആരോഗ്യവകുപ്പ് അതിന് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ആ വിദഗ്ധ സമിതി ആരോഗ്യ വകുപ്പിന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിക്ക് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുകയുമാണ് സാധാരണഗതിയിൽ പതിവുള്ളത്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. സബ് കളക്ടറോ അല്ലെങ്കിൽ കളക്ടറോ ഒക്കെയാണ് ഈ റിപ്പോർട്ട് പാസ്സാക്കിക്കൊണ്ട് പിന്നീട് മന്ത്രിക്ക് മുൻപിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരാൾ പോലും പിന്നീട് ഈ 5 മാസത്തിനിടയ്ക്ക് ഈ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുടുംബം നിരാശയ്ക്കപ്പുറത്തേക്ക് ഒരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതൊരു പ്രധാനമന്ത്രിക്കടക്കം കത്തയക്കാനുള്ള തയ്യാറെടുപ്പും തീരുമാനത്തിലുമാണ് അല്ലേ? അതെ, അവർക്ക് 8-ാം തീയതി സംഭവിച്ച അന്ന് മുതൽ എൻ്റെ കുഞ്ഞ് മരിക്കുന്നതിൻ്റെ അന്ന് വരെയുള്ള സംഭവങ്ങൾ ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ കത്തെഴുതാനായിട്ടിരിക്കുക. കാരണം നമ്മൾ RTI സമർപ്പിച്ചതിന് കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ 6-ാം മാസത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് വിവരാവകാശം തന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അപ്പീലിന് കൊടുത്തു. ഒരു അക്നോളജ്മെൻറ്റ് കാർഡ് വന്നതല്ലാതെ കുഞ്ഞിനന്ന് വാക്സിൻ കൃത്യമായ അളവിൽ നൽകിയില്ല എന്നുള്ള ഒരു ആരോപണം അന്ന് ഉന്നയിച്ചിരുന്നു. അതേ ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നത്. കാരണം ഞാൻ കണ്ടുകൊണ്ട് നിന്നത് തന്നെ. അവർക്ക് വാക്സിൻ എടുക്കുമ്പം ഒരു നിശ്ചിത വാക്സിനെ ലോഡ് ചെയ്യുള്ളൂ. നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള വാക്സിനെ ലോഡ് ചെയ്തുള്ളൂ. ആ വാക്സിൻ ശരീരത്ത് ഫുള്ള് ചെല്ലേണ്ടതിന് പകരം കുറേയൊക്കെ മുറിവിൻ്റെ പുറത്ത് ഒഴിച്ചു കളഞ്ഞു. എടുത്ത വാക്സിനും പ്രോപ്പർ അല്ലായിരുന്നു. കാരണം ആ മുറിവിൻ്റെ ആഴം നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ചുറ്റും എടുക്കേണ്ടത്. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ച ഡോക്ടറല്ല വാക്സിൻ എടുത്തതും. സിരിജഗൻ കമ്മിറ്റിക്ക് മുമ്പിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത്? സിരിജഗൻ കമ്മിറ്റിയിലേക്ക് ഞാൻ പരാതിയും അന്ന് മുതലുള്ള എല്ലാ പത്രക്കെട്ടും, നമ്മളൊരു കള്ളത്തരത്തിനല്ലല്ലോ പോകുന്നത്, അന്ന് മുതലുള്ള എല്ലാ പത്രക്കെട്ടുകളും വെച്ചിട്ടാണ് ഞാൻ സിരിജഗൻ കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ പരാതി അയച്ചേക്കുന്നത്. അവിടുന്ന് ഒരു അക്നോളജ്മെൻറ്റ് കാർഡ് വന്നതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു മനുഷ്യനും. പിന്നെ NRCP-ന്ന് മോള് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അന്വേഷണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. റോഷ്നി, അന്ന് ഇത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. കോൺഗ്രസ് ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് വലിയൊരു സമരമൊക്കെ നടത്തിയിരുന്നു. 25 ലക്ഷം രൂപയെങ്കിലും കുടുംബത്തിന് നഷ്ടപരിഹാരം ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് കോൺഗ്രസ് പറഞ്ഞതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നീട് നഷ്ടപരിഹാരം ഉണ്ടാകുകയോ ഈ ജനപ്രതിനിധികൾ, ഈ അന്ന് അവകാശവാദം ഉന്നയിച്ച ജനപ്രതിനിധികൾ പോലും ഈ വീട്ടിലേക്ക് തിരിഞ്ഞ് നോക്കാത്ത ഒരവസ്ഥയുടെ കൂടെ വന്നു. അപ്പോൾ വലിയ ദുരിതത്തിൽ തന്നെയാണ് ഇപ്പോൾ നിയയുടെ അമ്മ ഹബീറയും കുടുംബവും ഒക്കെ ഉള്ളത്. കാരണം മുൻപോട്ട് പോയാലേ പറ്റുള്ളൂ. കുട്ടിയുടെ മരണം അത് അതീവ ദുഃഖവും വേദനയും ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ തന്നെ കാണാം ഇവിടെ തെരുവുനായകളുടെ രൂക്ഷമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ ആകമാനം ദുരിതത്തിലും ദുഃഖത്തിലും ഒക്കെയാണെന്നുള്ളതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും തെരുവുനായയുടെ കടിയേക്കാം. ഒരല്പം മുമ്പ് നമ്മളിവിടെ നിന്നപ്പോൾ പോലും 6-7 തെരുവുനായ ഈ വീടിന് ചുറ്റും കറങ്ങി നടക്കുന്നതായിട്ട് കണ്ടപ്പോൾ അത്രത്തോളം രൂക്ഷമാണ് പല ഇടങ്ങളിലെയും പ്രദേശത്തെയും സാഹചര്യം എന്നുള്ളതാണ്. റോഷ്നി, ഈ കുടുംബത്തിന്റെ വാക്കുകൾ മാത്രം കേട്ടാൽ മതി ഈ നാട് എത്രത്തോളം വ്യാപ്തിയിൽ ഈ വിഷയം അനുഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ. എന്തായാലും നിയയുടെ ഉമ്മ നിയമ പോരാട്ടത്തിലാണ്. സ്വന്തം കുഞ്ഞ് മരിച്ചതിന്റെ വേദനയിൽ കഴിയുമ്പോഴും ആ കുടുംബത്തിന് എന്താണ് മകൾക്ക് സംഭവിച്ചത്, അതിൽ വന്ന പിഴവുകളടക്കം ചൂണ്ടിക്കാട്ടി പത്രക്കെട്ടുകളെല്ലാം എടുത്തുവെച്ച് ഇങ്ങനെ നിയമ പോരാട്ടത്തിനായി ഇറങ്ങി പുറപ്പെടേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഈ തെരുവുനായ ആക്രമണത്തിൽ അതിന്റെ ഒരു തോതിനനുസരിച്ച് സംസ്ഥാനത്ത് ABC കേന്ദ്രങ്ങൾ പോലുമില്ല. പക്ഷേ ചിലയിടങ്ങളിൽ ഇത് കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ തെരുവുനായ ആക്രമണത്തിന് കുറവ് വരുത്താനും കഴിയുന്നുണ്ട്.